മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വാർഡുതല ശുചീകരണവുമായി CPIM. സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലുമാണ് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ CPIM ശുചീകരണം നടത്തുന്നത്. നാളെ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കും. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിപുലമായ ക്യാമ്പയിനുകളാണ് നടത്തിവരുന്നത്. ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ടാണ് സംസ്ഥാനത്തെ വാർഡ് തലങ്ങൾ ശുചീകരിക്കാനായി CPIM പ്രവർത്തകരും രംഗത്തിറങ്ങിയത്. എല്ലാ ജില്ലകളിലെയും മുഴുവൻ വാർഡുകളുമാണ് ഇതിന്റെ ഭാഗമായി ശുചീകരിക്കുന്നത്. ഏരിയ കമ്മിറ്റികളാണ് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് CPIM ജില്ലാ സെക്രട്ടറി V. ജോയ് ചുക്കാൻ പിടിച്ചു. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഒരു പാർട്ടി ബ്രാഞ്ച് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം ശുചീകരിക്കണം. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ 25-ാം തീയതി തൊട്ട് തുടങ്ങി. ഇന്നിപ്പോൾ വഞ്ചൂർ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ കോളേജ് ശുചീകരിക്കുന്നത്. ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ പാർട്ടി പ്രവർത്തകരും കോർപ്പറേഷൻ്റെ ജീവനക്കാരും കൂടി ചേർന്നിട്ടാണ് നടത്തുന്നത്. കാരണം ഇവിടെ നിന്നെടുക്കുന്ന മാലിന്യങ്ങൾ അപ്പോഴും തന്നെ തരംതിരിക്കുകയാണ്. പ്ലാസ്റ്റിക് പ്രത്യേകം, ജൈവ മാലിന്യം പ്രത്യേകം, അങ്ങനെയായിട്ട് തരംതിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കൂടി സഹായം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. CPIM പ്രവർത്തകർ, DYFI, യൂത്ത് ബ്രിഗേഡ് എന്നിവർ നഗരസഭാ ജീവനക്കാർക്കൊപ്പമാണ് ശുചീകരണ യജ്ഞത്തിൽ പങ്കുചേർന്നത്. മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ കേരളത്തെ ഖരമാലിന്യമുക്തമാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ വർഷം ജൂലൈ 26-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ ആരംഭിച്ചത്. ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 8337 മാലിന്യമുക്ത വാർഡുകളുടെ പ്രഖ്യാപനം ഇതിനകം പൂർത്തിയായി. ഈ പ്രക്രിയ തുടരുകയാണ്. സർക്കാർ നിർദ്ദേശിച്ച നിബന്ധനകളെല്ലാം കൈവരിച്ച് 126 ഗ്രാമപഞ്ചായത്തുകളും 13 മുനിസിപ്പാലിറ്റികളും മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായി ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലക്ഷ്യം കൈവരിക്കുന്ന ബാക്കിയുള്ളവയെ നാളെ സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.